നമസ്കാരം. കർമ്മയോഗിയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെയ് 17 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഇനേബിൾ ചെയ്യുക. എന്നാലേ നോട്ടിഫിക്കേഷൻസ് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വണ്ണ്, മെയ് 17 നമ്മൾ 2 days ആയിട്ടാണ് യുനെസ്കോ ആചരിക്കുന്നത്. ഏതൊക്കെ ഡേയ്സ് ആണ്? വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയും വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഡേയുമായിട്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ ഡേ എന്ന് വെച്ചാൽ എന്താണ്? ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഹൈപ്പർ ടെൻഷൻ ഡേയുടെ തീം എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു? മെഷർ യുവർ ബ്ലഡ് പ്രഷർ, കൺട്രോൾ ഇറ്റ്, ലിവ് ലോങ്ങർ. മെഷർ യുവർ ബ്ലഡ് പ്രഷർ, കൺട്രോൾ ഇറ്റ്, ലിവ് ലോങ്ങർ. അതായത് എന്താ? ബ്ലഡ് പ്രഷർ മെഷർ ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് കൂടുതൽ കാലം ജീവിക്കൂ എന്നൊരു മെസ്സേജ് ആയിരുന്നു, തീമായിരുന്നു ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ തീം. അപ്പോൾ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ മെയ് 17. തീം ഫോർ കറണ്ട് ഇയർ എന്തായിരുന്നു? മെഷർ യുവർ ബ്ലഡ് പ്രഷർ, control it, live longer. Next, World Telecommunication and Information Society Day is also celebrated on May 17. ലോക വാർത്താവിനിമയ സംരക്ഷണ ദിനമായിട്ട് മെയ് 16 ആചരിക്കുന്നു. അതായത് 1969 മുതൽ യുനെസ്കോ മെയ് 17 വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഈ വർഷത്തെ തീം എന്തായിരുന്നു ടെലികമ്മ്യൂണിക്കേഷൻ ഡേയുടെ? കണക്ട് 2030 ICTs ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. കണക്ട് 2013 ICTs ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതെന്താണ്? സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ വർഷത്തെ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ആചരിക്കുന്നത്. മനസ്സിലായോ? വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി വാസ് സെലിബ്രേറ്റഡ് ഓൺ മെയ് 17. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ എ ന്യൂ പ്ലാനറ്റ് വാസ് ഡിസ്കവേർഡ് മോർ ദാൻ 1200 ലൈറ്റ് ഇയേഴ്സ് ഫ്രം എർത്ത്. അതായത് എന്താണ്? ഒരു ന്യൂ എക്സോ പ്ലാനറ്റ്, അതായത് സൗരയുധത്തിനരികെ വാസയോഗ്യമല്ലാത്ത പുതിയൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചു എന്നാണ്. എന്താണ് അതിന് പേരിട്ടിരിക്കുന്നത്? കെപ്ലർ 88d. കെപ്ലർ 88d എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ഒരു എക്സോ പ്ലാനറ്റ് കണ്ടെത്തി എന്നുള്ളതായിരുന്നു. അതായത് അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 3 times ദ മാസ് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൻ്റെ മാസിനെക്കാട്ടി 3 ഇരട്ടി മാസുള്ള ഒരു പ്ലാനറ്റിനെ കണ്ടെത്തി എന്നതായിരുന്നു. കൂടാതെ എന്തിൻ്റെ ബേസിസിലാണ് ഇത് ഡിസ്കവേർഡ് ചെയ്തത്? WM കെക്ക് ഒബ്സർവേറ്ററി ഹൈ റെസൊല്യൂഷൻ HL സ്പെക്ട്രോമീറ്റർ വെച്ച് 6 വർഷത്തെ റേഡിയോ വെലോസിറ്റി ഫോളോ അപ്പ് ചെയ്താണ് ഇവയെ കണ്ടെത്തിയത്. WM കെക്ക് ഒബ്സർവേറ്ററി ഹൈ റെസൊല്യൂഷൻ HL സ്പെക്ട്രോമീറ്റർ വെച്ച് 6 വർഷം റേഡിയോ വെലോസിറ്റി ഫോളോ അപ്പ് ചെയ്താണ് ഇവയെ കണ്ടെത്തിയത്. എന്താണ് ഗ്രഹങ്ങളുടെ പേര്? എക്സോ പ്ലാനറ്റിൻ്റെ പേര് കെപ്ലർ 88d. കെപ്ലർ 88d. കെപ്ലർ 88d വരുന്നതോടുകൂടി എന്താണ്? കെപ്ലർ 88ca ലാർജസ്റ്റ് മാസീവ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റത്തിൽ നിന്നും റീപ്ലേസ് ചെയ്യും. ലാർജസ്റ്റ് മാസീവ് പ്ലാനറ്റ് ഇതുവരെ കെപ്ലർ 88c ആയിരുന്നു. അത് റീപ്ലേസ് ചെയ്ത് കെപ്ലർ 88d ആക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നേപ്പാൾ വിൽ പബ്ലിഷ് എ ന്യൂ പൊളിറ്റിക്കൽ മാപ്പ് അസേർട്ടിംഗ് ഇറ്റ്സ് ക്ലെയിം ഓവർ ദ കാലാപാനി റീജിയൻ ദറ്റ് ഹാസ് ബീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് എ സിമ്മറിംഗ് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് വിത്ത് ഇന്ത്യ. അതായത് എന്താണ്? നേപ്പാൾ പുതിയതായിട്ടൊരു രാഷ്ട്രീയ ഭൂപടം പ്രസിദ്ധീകരിക്കും എന്നൊരു ന്യൂസാണ് അടുത്തതായിട്ട് കണ്ടത്. അതായത് എന്താണ്? കാലാപാനിയുടെ പേരിൽ ഇന്ത്യയും നേപ്പാളും ബോർഡർ ഡിസ്പ്യൂട്ട്സ് തുടങ്ങിയിട്ട് ഒരുപാട് നാളെ 1998 മുതലാണെന്ന് തോന്നുന്നു. 98 മുതലാണ് ബോർഡർ ഡിസ്പ്യൂട്ട്സ് തുടങ്ങുന്നത്. അതായത് എന്താണ്? ഇന്ത്യ അവകാശവാദം ഉന്നയിക്കുന്നത് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പിത്തോഘട്ട് ജില്ലയിലാണ്
കാലാപാനി എന്ന് പറയുന്ന സ്ഥലമെന്നും. പക്ഷെ നേപ്പാൾ പറയുന്നത് എന്താ, നേപ്പാളിലെ സുദർപാശിം പ്രദേശിലെ ഡർച്ചുല എന്ന ജില്ലയിലാണ് കാലാപാനി എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ടും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ നമ്മൾ 2019 ജമ്മു കാശ്മീരും ലഡാക്കും 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറ്റിയപ്പോൾ ഇന്ത്യ അതിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ പൊളിറ്റിക്കൽ മാപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ കാലാപാനി ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ പുറത്തിറക്കിയത്. അപ്പോൾ ഇതിൻ്റെ എതിരായിട്ടാണ് നേപ്പാൾ ഇപ്പോൾ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിനെ കുറിച്ച് കൂടുതലൊന്നറിയാം. പ്രസിഡന്റ് ആരാണ്? ബിന്ദ്യാദേവി ഭട്നാരി. ക്യാപിറ്റൽ എന്താണ്? കാത്മണ്ഡു. അവിടെ തിരിഞ്ഞു കിടക്കുകയാണ്, ജസ്റ്റ് നോട്ട് ചെയ്യണേ. ക്യാപിറ്റൽ കാത്മണ്ഡു. കറൻസി എന്താണ്? റുപ്പി. ഈ കാലാപാനി താഴ്വരയ്ക്ക് മുകളിലാണ് കേട്ടോ ലിപ്ലുക് പാസ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ലിപ്ലുക് പാസിനെ പറ്റിയിട്ട്. പുരാതന തീർത്ഥാടന കേന്ദ്രമായ കൈലാസ് മാനസരോവറിലേക്കുള്ള ഇന്ത്യൻ പുതിയ പാത നിർമ്മിച്ചത് ലിപ്ലുക് പാസിലാണ്. മെയ് 8-നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുപ്പതി ഹാസ് ഡെവലപ്ഡ് ആൻ ഇൻറ്ററാക്റ്റീവ് വെബ് പോർട്ടൽ ദാറ്റ് ക്യാൻ ഗോഗ് ദ പ്രിവൈലിംഗ് മൂഡ് ഓഫ് any region in the country based on real-time analysis of Twitter data. അതായത് IIT തിരുപ്പതി മൂഡ് ഇന്ത്യ എന്ന് പറയുന്നൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തതിനെ പറ്റിയിട്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ട്വിറ്റർ ഡേറ്റയുടെ തത്സമയ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏത് പ്രദേശത്തിൻ്റെയും നിലവിലുള്ള മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവേദനാത്മക വെബ് പോർട്ടലാണ് മൂഡ് ഇന്ത്യ പോർട്ടൽ. മനസ്സിലായോ? ട്വിറ്റർ ഡേറ്റയുടെ തത്സമയ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏത് പ്രദേശത്തിൻ്റെയും നിലവിലുള്ള മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഒരു സംവേദനാത്മക പോർട്ടൽ, അതാണ് മൂഡ് ഇന്ത്യ പോർട്ടൽ. കൂടാതെ ഈ ഇടയ്ക്ക് രാജ്യത്ത് നടന്ന ട്രിഗർ ഇവൻസിന് രാജ്യത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നോക്കിക്കാണാനും കൂടെ ആയിട്ടായിരുന്നു. എന്താണ് ഈ ഇടയ്ക്ക് നടന്ന ട്രിഗർ ഇവൻറ്റ്സ്? COVID-19 ബേസിസിൽ നടന്ന ലോക്ക്ഡൗണും ജനതാ കർഫ്യൂവും ഹൈഡ്രോക്ലോറിൻ്റെ കയറ്റുമതി നിരോധനവും ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ട്രിഗർ ഇവൻറ്റ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് എ പെനാൽറ്റി ഓൺ യൂക്കോ ബാങ്ക് ഫോർ ബൗൺസിങ് ഓഫ് സബ്സിഡറി ജനറൽ ലെഡ്ജർ ഫോംസ് എന്നായിരുന്നു. അതായത് STL ഫോംസ് ബൗൺസ് ചെയ്യുന്നത് സർക്കാർ മാനദണ്ഡം പാലിക്കാത്തതിന് റിസർവ് ബാങ്ക് യൂക്കോ ബാങ്കിന് മേൽ പിഴ ചുമത്തിയതിനെ പറ്റിയിട്ടായിരുന്നു. എത്ര രൂപയായിരുന്നു? ₹5 lakhs ആയിരുന്നു പിഴ. അതായത് എന്താണ് SGL എന്ന് വെച്ചാൽ? അതായത് സർക്കാർ സെക്യൂരിറ്റികളും ബില്ലുകളും കടലാസില്ലാത്ത രൂപത്തിൽ സൂക്ഷിക്കുന്നതിനായി റിസർവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് SGL. സർക്കാർ സെക്യൂരിറ്റികളും ബില്ലുകളും കടലാസില്ലാത്ത രൂപത്തിൽ സൂക്ഷിക്കുന്നതിനായി റിസർവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് SGL. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് യൂക്കോ ബാങ്കിനെ പറ്റി നോക്കാം. യൂക്കോ ബാങ്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1943. മോട്ടോ എന്താണ് യൂക്കോ ബാങ്കിൻ്റെ? ഹോണേഴ്സ് യുവർ ട്രസ്റ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ആക്കിയത് എന്നാണ്? 1969 ജൂലൈ 19. 1969 ജൂലൈ 19 നാഷണലൈസ്ഡ് ചെയ്തു. ഹോണേഴ്സ് യുവർ ട്രസ്റ്റ് എന്നാണ് മോട്ടോ. 1943 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോയി. ഇവിടെ എന്താണ്? പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച COVID-19 ഉത്തേജക പാക്കേജിൻ്റെ 4ാമത്തെ ഘട്ടം വ്യവസായം, വ്യോമ, ബഹിരാകാശ മേഖലകളിലുടനീളമുള്ള പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് സ്വാശ്രയ ഭാരത് പാക്കേജിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കാൻ പോകുന്ന സ്വകാര്യവൽക്കരണത്തിൽ ബഹിരാകാശ ഗവേഷണത്തെയും ആണവോർജ്ജത്തെയും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കാം. അടുത്തത് എന്താണ്? ഒരു പുതിയ ഇനം പരാന്നഭോജികളായ ഫംഗസുകളെ ട്വിറ്ററിൽ കണ്ടെത്തിയെന്നതായിരുന്നു. അവയ്ക്ക് എന്താണ് പേര് നൽകിയിരിക്കുന്നത്? ട്രോഗ്ലോമൈസസ് ട്വിറ്റി.
ട്രോഗ്ലോമൈസസ് പിറ്റി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അന്ന സോഫിയ എന്ന ബയോളജിസ്റ്റാണ് കണ്ടെത്തിയത്. അടുത്ത ന്യൂസ്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഓൺലൈൻ ഡാഷ്ബോർഡ് തുടങ്ങി എന്നതായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? നാഷണൽ മൈഗ്രൻ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. നാഷണൽ മൈഗ്രൻ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് കുടിയേറ്റ തൊഴിലാളിയെക്കുറിച്ചൊരു കേന്ദ്ര ശേഖരണം, കൂടാതെ തന്നെ അന്തർ സംസ്ഥാന ആശയവിനിമയ ഏകോപനത്തിന് സഹായിക്കുന്നു. NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ രൂപീകരിച്ചതെന്നാണ് 2005 ഡിസംബർ 23. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ. 2005 ഡിസംബർ 23 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.